ഇതിനെന്താ കുഴപ്പം? ഇത്ര കറക്റ്റായൊരു വിശ്വാസം. ഇവിടെ പിന്നെ വേറൊരു കുഴപ്പമുള്ളത്, അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർക്ക് കഴിവ് ജീവിച്ചിരിക്കുന്ന ആളോട് എന്തും പറയാം, മരിച്ചാൽ പിന്നെ മിണ്ടാൻ പാടില്ല എന്ന്. ഞാൻ ചോദിക്കുന്നു, ബുദ്ധിയുള്ള മനുഷ്യന്മാരെ, ഈമാനുള്ളവരെ, ആത്മാർത്ഥമായി പറ, മരിച്ചാൽ ഞാനങ്ങ് മരണപ്പെട്ടാൽ നശിച്ചു പോകുന്നത് എൻ്റെ ആത്മാവാണോ എൻ്റെ ബോഡിയാണോ? ആത്മാവ് മരിക്കുമോ? ആത്മാവിന് ജീവനില്ലേ? ഞാൻ മരിച്ചാൽ എൻ്റെ ബോഡിയല്ലേ നശിക്കൂ? എൻ്റെ ആത്മാവിന് എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. ജീവിച്ചിരിക്കുന്ന ഞാൻ ഇവിടെ ക്രയവിക്രയങ്ങൾ നടത്തുന്നത് എൻ്റെ ബോഡിയുടെ ശക്തി കൊണ്ടല്ല, ആത്മാവാണ് ചെയ്യുന്നത്. ജീവിച്ചിരിക്കുന്നവൻ ചെയ്താലും ആത്മാവാണ് ചെയ്യുന്നത്. ആത്മാവാണ് അതിൻ്റെ തസറുഫാത്തിന്റെ ഹലുകാരൻ, അവനാണത് കൈകാര്യം ചെയ്യുന്നത്. മരിച്ചു പോയാലും ചെയ്യുന്നത് ആത്മാവ് തന്നെയാണ്. പിന്നെയോ മരണമെന്ന് പറഞ്ഞാൽ മുഫാറഖത്തുർ റൂഹി മിനൽ ജസദി, ശരീരത്തിൽ നിന്ന് ആത്മാവ് വിട്ടുപിരിയലാണ്. ആത്മാവ് ശരീരത്തിൽ വെച്ചുകൊണ്ട് ചെയ്തപ്പോൾ ചോദിക്കാമെങ്കിൽ ആ ശരീരത്തിൽ നിന്ന് പിരിഞ്ഞാലും ചോദിക്കാം. ചെയ്യുന്നതും ചെയ്യിപ്പിക്കുന്നതും മുഴുവനും ഖാലിഖായ അല്ലാഹുവാണ്, അവനാണ് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത് എന്ന് വിശ്വസിച്ചാൽ എവിടെയാ കുഴപ്പം? ഇനി ജീവിച്ചിരിക്കുന്ന ആൾക്കൊക്കെ ചെയ്യാം, മരിച്ചു പോയാൽ ചെയ്യാൻ പാടില്ല, ചോദിക്കാനും പാടില്ല. അപ്പൊ ഈ ചോദ്യത്തിൻ്റെയും ചെയ്യലിൻ്റെയും മാനദണ്ഡം ഹയാത്തും മൗത്തുമാണോ? മരിച്ചാൽ ചെയ്യാൻ പാടില്ല, ജീവിച്ചിരുന്നാൽ ചെയ്യാം. അപ്പൊ എന്തൊരു സംഗതി ചെയ്യുന്നതും ചെയ്യാതിരിക്കുന്നതും ഹയ്യ് മൗത്ത്, ഹയാത്ത് മൗത്ത് എന്ന മാനദണ്ഡത്തിലാണോ? അങ്ങനെയല്ല നമ്മുടെ വിശ്വാസം. ഹയാത്തുള്ളവൻ ചെയ്താലും മരിച്ചവൻ ചെയ്താലും ഖാലിഖായ റബ്ബ് കൊടുത്താലേ ചെയ്യൂ. മനുഷ്യനൊന്നും ചെയ്യാൻ കഴിയില്ല. മദീനത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന മുനസ്സഹുൻ അൻ ശരീകിൻ ഫീ മഹാസിനിഹി ഫജൗഹറുൽ ഹുസ്നി ഫീഹി ഗൈറു മുൻഖസിമി. മുസ്തഫ നബിയോട് തുല്യമായി ഒരാളുമില്ല. അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠനും ലോകത്ത് അത്യുന്നതനും അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭൗതിക ലോകത്ത് ഇന്ന് അക്കാലത്ത് ജീവിച്ച പോലെ ഇന്നും ഭൗതിക ലോകത്ത് ജീവിച്ചിരിപ്പുണ്ടെന്ന് നിങ്ങൾ വെക്കൂ. ആ മദീനത്ത് ജീവിച്ചിരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു കൈവിരൽ ഒന്നിങ്ങനെ അനക്കണമെങ്കിൽ ആ സമയത്ത് അള്ളാഹു കൊടുക്കണം കഴിവ്. എന്നാലേ റസൂലുള്ളാഹിക്ക് വരെ ഒരു വിരൽ അനക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് വിശ്വസിക്കുന്ന കടുത്ത തൗഹീദിന്റെ അഹ്ലുകാരാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ നാം. മുസ്തഫ നബിക്ക് വരെ ഒരു വിരൽ അനക്കണമെങ്കിൽ അള്ളാഹു കഴിവ് കൊടുക്കണം, എന്നാലേ മുസ്ലിം ആകൂ. അങ്ങനെ വിശ്വസിച്ചാൽ, ഇത്ര കറക്റ്റായിട്ട് വിശ്വസിക്കുന്ന നമ്മുടെ തൗഹീദിനും ഈമാനിനും എന്താ കുഴപ്പം? അത് ജീവിച്ചിരിക്കുന്നാലും റസൂലുള്ളാഹിക്ക് അല്ലാഹു കൊടുക്കണം, മരിച്ചാലും അല്ലാഹു കൊടുക്കണം. ഏത് ജീവിക്കും ഏത് മരിച്ചവനും അല്ലാഹു കൊടുക്കാതെ കഴിയില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് ഞാനും നിങ്ങളും. അപ്പോ ഒരു മനുഷ്യൻ ഹയാത്തുണ്ടെങ്കിൽ എന്തും ചോദിക്കുക, മരിച്ചാൽ പിന്നെ ഒന്നും പാടില്ല എന്ന് വന്നാൽ സഹായിക്കുക എന്നതിൻ്റെ മാനദണ്ഡം ഹയാത്തും മൗത്തുമാണോ? അതെവിടെ നിന്ന് കിട്ടി? ഇങ്ങോട്ട് കിട്ടണം. ചോദിക്കാനുണ്ട്, നമുക്ക് കുറെ ചോദിക്കാനുണ്ട്. ഖിയാമം വരെ ഇരുന്നാ മറുപടി പറയില്ല, ഉറപ്പാണ്. ഇതിനെന്താ മറുപടി പറയാ? പോയതിന് ശേഷം എന്തെങ്കിലും പറയരുത്. പറയാനുണ്ടെങ്കിൽ ഇപ്പൊ വന്നോ, ഈ മൈക്കാണ്ട് ഒഴിഞ്ഞു തരാം. ഇപ്പൊ പറയാനുണ്ടെങ്കിൽ പറയാം, ആർക്കും വരാം. ധൈര്യസമേതം വന്നിട്ട് എന്റെ 10 ചോദ്യം ഞാൻ ചോദിക്കാം. ആ 10 ചോദ്യത്തിന് പറയാമോ മറുപടി? ജീവിച്ചിരിക്കുക എന്നതിന് സഹായിക്കുക എന്നതിന്റെ മാനദണ്ഡം ഹയാത്തും മൗത്തുമാണോ? ജീവിച്ചിരിക്കുക മരിക്കുക എന്നതാണോ? എങ്കിൽ അതെവിടെ നിന്ന് കിട്ടി? ഏതായത്താ പഠിപ്പിച്ചത്? ജീവിച്ചിരിക്കുന്നവർക്ക് ചെയ്യാൻ കഴിയും, മരിച്ചവർക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പൊ ചെയ്യാൻ കഴിയുക, സഹായിക്കുക എന്നതിന്റെ മാനദണ്ഡം ഹയാത്തും മൗത്തുമായി ആര് പഠിപ്പിച്ചു? എവിടെ നിന്ന് കിട്ടി? പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹുവാണ് കൊടുക്കുന്നത്. ഖുൽ കുല്ലും മിൻ ഇൻദില്ലാഹ്, മുഴുവനും അല്ലാഹുവാണ്. ജീവിച്ചിരിക്കുന്നവൻ ചെയ്താലും അല്ലാഹു കൊടുത്തിട്ട് വേണം, മരിച്ചവൻ ചെയ്താലും അല്ലാഹു കൊടുത്തിട്ട് വേണം. അവിടെ മരിക്കുക ജീവിക്കുക എന്ന ഒരു മാനദണ്ഡം ഇല്ല. മരിച്ചതിന് ശേഷം ചെയ്യുന്നതും അല്ലാഹു കൊടുത്തിട്ട് തന്നെയാണ്. ചന്ദ്രികാ ദിനപത്രത്തിൽ വന്ന ഒരു റിപ്പോർട്ട് കാണാം, എൻ്റെ കൈവശം ഇപ്പോൾ ഉണ്ട്. ആവശ്യം വരുമ്പോൾ ആണെങ്കിൽ ഞാൻ കാണിക്കാം. ബഹുമാനപ്പെട്ട ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു ഇറാഖിൽ
1930 സംഭവിച്ചതാണ്. 1930 സംഭവിച്ചതാണ്. ഇറാഖില് അന്ന് ഫൈസൽ ഒന്നാമൻ എന്ന് പറയുന്ന ഭരണാധികാരിയാണ് ഇറാഖ് ഭരിക്കുന്നത്. താനൊരു സ്വപ്നം കാണുന്നു. ബഹുമാനപ്പെട്ട ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവും ഹുദൈഫത്തുൽ യമാനി റളിയല്ലാഹു അൻഹുവിനെയും മറവ് ചെയ്യപ്പെട്ടത് ഇറാഖിലാണ്. ഇറാഖിലെ ഒരു പുഴ, ടൈഗ്രീസ് നദി തിരിച്ചുവിട്ടു കൃഷിയിടങ്ങളിലേക്ക് വെള്ളം കിട്ടാൻ. ഇറാഖ് നദിയെ സൂയസ് കനാൽ നിർമ്മിച്ച പോലെ വലിയ ഒരു തുരങ്കം ഒരു കനാൽ ഉണ്ടാക്കിയിട്ട് കൃഷിയിടങ്ങളിലേക്ക് വെള്ളം തിരിച്ചു കൊണ്ടുപോയപ്പോൾ ആ ഇറാഖിൽ അന്ന് ജീവിക്കുന്ന ആർക്കും അറിഞ്ഞുകൂടാ ഇവിടെ 2 സ്വഹാബികളുടെ ഖബറുണ്ട് എന്ന്. ആ ഖബറിന്റെ സമീപത്ത് കൂടിയാണ് ടൈഗ്രീസ് നദിയിൽ നിന്ന് കനാലുകൾ നിർമ്മിക്കപ്പെട്ടത്. ആ കനാലിൽ നിന്ന് വെള്ളമൊലിച്ചു വന്നിട്ട് ഹുദൈഫത്തുൽ യമാനി റളിയല്ലാഹു അൻഹുവിന്റെയും ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിന്റെയും ഖബറിലേക്ക് വെള്ളം വന്ന് വീഴുകയാണ്. ആ വെള്ളം ഖബറിൽ വന്ന് വീഴുന്ന സന്ദർഭത്തിൽ ഹുദൈഫത്തുൽ യമാനി റളിയല്ലാഹു അൻഹു അന്ന് ഇറാഖ് ഭരിക്കുന്ന ഫൈസൽ ഒന്നാമൻ എന്ന ചക്രവർത്തിക്ക് സ്വപ്നം കാണിച്ചു കൊടുത്തു. ഞങ്ങളെ ഖബറിലേക്ക് വെള്ളം വന്ന് വീഴുന്നു, ഈ വെള്ളം ഞങ്ങളെ ഖബറിൽ നിന്നൊന്ന് മാറ്റി തരണം, ഞങ്ങളെ ഇവിടെ നിന്ന് എടുത്തിട്ട് വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയി മറവ് ചെയ്യണം. ഏത് സ്ഥലത്താ മറവ് ചെയ്യേണ്ടത് എന്നുവരെ അവർ പറഞ്ഞു കൊടുത്തു. രാജാവ് ആ സ്വപ്നം അത്ര മെയിൻ ചെയ്തില്ല. അന്നങ്ങനെ കഴിഞ്ഞു. 2ാമത്തെ ദിവസം വീണ്ടും കണ്ടു സ്വപ്നം. വീണ്ടും സ്വപ്നം കണ്ടപ്പോൾ രാജാവ് വിചാരിച്ചു അതൊരു സ്വപ്നല്ലേ എന്ന് വിചാരിച്ച് തള്ളിക്കളഞ്ഞു. 2ാമത്തെ ദിവസവും മെയിൻ ചെയ്തില്ല. 3ാമത്തെ ദിവസം വന്ന് ഇറാഖിലെ ഗ്രാൻഡ് മുഫ്തി കാണുന്നു സ്വപ്നം. ഹുദൈഫത്തുൽ യമാനിയാണ് സ്വപ്നം കാണിച്ചു കൊടുക്കുന്നത്. ഞങ്ങൾ ഇവിടെ നിന്ന് എടുത്തിട്ട് വേറെ സ്ഥലത്ത് മറവ് ചെയ്യണം. രാജ്യത്തെ മറ്റു ചില പണ്ഡിതന്മാരും സ്വപ്നം കണ്ടു. 1930 സംഭവം. ഇതിന് ദൃക്സാക്ഷികളായ ആളുകൾ ഇന്നും ലോകത്ത് ജീവിച്ചിരിപ്പുണ്ട്. ഇത് റിപ്പോർട്ട് ചെയ്ത ചന്ദ്രികാ ദിനപത്രം എൻ്റെ കയ്യിലുണ്ട്. ഈ വടുതലയിൽ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ അടുത്ത് ചന്ദിരൂർ വഴതുണ്ടായപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, അതിന്റെ ഫോട്ടോസ്റ്റാറ്റ് പലർക്കും കൊടുത്തിരുന്നു. നിങ്ങൾക്കും ആവശ്യമാണെങ്കിൽ ജലാലുദ്ദീൻ മദനിയുമായി ബന്ധപ്പെട്ടോ കിട്ടും. ചന്ദ്രികാ ദിനപത്രം പ്രസിദ്ധീകരിച്ചതാണ്. ബഹുമാനപ്പെട്ട ഹുദൈഫത്തുൽ യമാനി തങ്ങൾ ബഹുമാനപ്പെട്ട ഈ ഗ്രാൻഡ് മുഫ്തിക്ക് സ്വപ്നം കാണിച്ചു കൊടുത്തു. ഗ്രാൻഡ് മുഫ്തി രാജാവിൻ്റെ അടുക്കൽ ചെന്നിട്ട് ഇങ്ങനെ ഞാനൊരു സ്വപ്നം കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. രാജാവ് അപ്പോഴാണ് ഈ സ്വപ്നം വിലക്കെടുത്തത്. രാജാവും ഈ പണ്ഡിതനും കൂടി ചർച്ചയായി. അങ്ങനെ മറവ് ചെയ്ത ഒരാളെ ഖബറിൽ നിന്ന് എടുത്തിട്ട് വേറെ സ്ഥലത്ത് കൊണ്ടുപോയി മറവ് ചെയ്യാമോ? മറവ് ചെയ്ത ഖബറുകൾ പൊളിക്കുന്നത് ശരിയല്ല, പക്ഷേ ഇങ്ങനത്തെ ചില സാഹചര്യങ്ങളിൽ ചെയ്യാം എന്ന് തെളിവിന്റെ അടിസ്ഥാനത്തിൽ ഗ്രാൻഡ് മുഫ്തി വിധി പറഞ്ഞു. അങ്ങനെ ഖബർ പൊളിക്കാൻ പോവാണ്. ദുൽഹജ്ജ് 10 സംഭവം. ഖബർ പൊളിക്കാൻ പോവാണ്. ആരുടെ ഖബർ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വാഹിബു സിർരി റസൂലില്ലാഹി, റസൂലുള്ളാഹിന്റെ രഹസ്യ സൂക്ഷിപ്പുകാരനായ ഹുദൈഫത്തുൽ യമാനി റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ പൊളിച്ച് അതിൽ നിന്ന് ബഹുമാനപ്പെട്ടവരെ എടുത്തു കൊണ്ടുപോവുകയാണ്. ദുൽഹജ്ജ് 10 സംഭവം. ഈ വിവരം ആധുനിക വാർത്താ മാധ്യമ സൗകര്യങ്ങൾ ഇല്ലാത്ത കാലത്ത് മക്കയിൽ ഹജ്ജിന് കൂടിയ ജനങ്ങളെ വിവരമറിഞ്ഞു. അതുകൊണ്ട് തന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിവരമറിഞ്ഞു. ലോകം ഇറാഖിലേക്ക് വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ വരട്ടെ, ഹജ്ജ് കഴിഞ്ഞ് ഞങ്ങൾക്കും അതിന് ദൃക്സാക്ഷികളാകണം. പ്രമുഖരായ 2 സ്വഹാബികളെ ആ ഖബറിൽ നിന്ന് എടുക്കുന്ന രംഗം ഞങ്ങൾക്കും കാണണം. അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് ഇപ്പോൾ പൊളിക്കല്ലേ, കുറച്ചുകൂടി കാത്തിരിക്കൂ. പെട്ടെന്ന് ഹജ്ജ് ചെയ്ത് പൂർത്തിയാക്കി. ഹജ്ജ് ചെയ്യേണ്ട ക്രമപ്രകാരം അതിന്റെ കാലം അങ്ങ് കഴിച്ചുകൂട്ടി. അവരുടെ മനസ്സ് ഇറാഖിലേക്ക് തിരിഞ്ഞു. ലോകമൂമിനീങ്ങൾ ഇറാഖിലെത്തി. ഇറാഖിൽ ഒരുമിച്ച് കൂടിയ ജനകോടികളെ സാക്ഷ്യം നിർത്തി, പത്രമാധ്യമങ്ങളെ സാക്ഷി നിർത്തി, വാർത്താ മീഡിയകളെ മുഴുവനും വിളിച്ചു വരുത്തി. അവർക്ക് മുമ്പിൽ വെച്ച് പ്രമുഖരായ 2 സ്വഹാബത്തിന്റെ ബഹുമാനപ്പെട്ട ഹുദൈഫത്തുൽ യമാനി റളിയല്ലാഹു അൻഹുവിന്റെയും ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിന്റെയും ഖബർ പൊളിക്കുന്നു. ഓരോ മൂടുകല്ലുകളും എടുത്തു മാറ്റുമ്പോൾ കസ്തൂരിയ വെല്ലും സുഗന്ധം അടിച്ചു വീശുന്നു. ജനകോടികൾ കാണുന്നു ആ 2 ഖബറുകൾ പൊളിക്കുന്നത്. അത് പൊളിച്ചപ്പോൾ ഒരു തുണിക്ക് പോലും കഫം പുടക്ക് പോലും പോറലേൽക്കാൻ തുടങ്ങുക പോലും ചെയ്തിട്ടില്ല. ഇപ്പോൾ അങ്ങ് വെച്ച മയ്യത്ത് പോലെ 1300 ചില്ലാൻ കുഴകൊല്ലം പഴക്കമുള്ള ആ 2 ജനാസയും സ്ഫടികത്തിന്റെ ഒരു കണ്ണാടി ചില്ലിന്റെ പെട്ടിയിലാക്കി സ്ട്രെച്ചറിൽ വെച്ച് ബഹുമാനപ്പെട്ട ഗ്രാൻഡ് മുഫ്തിയും
ഫൈസൽ രാജാവുമാണ് ആ മയ്യിത്ത് ചുമക്കുന്നതിന് സാക്ഷികളായി ചുമന്നുകൊണ്ടുപോയത്. വലിയ വലിയ രാജാക്കന്മാരും പണ്ഡിതന്മാരുമാണ് ആ ജനാസ ചുമന്നത്. സ്വഹാബത്തിന്റെ രണ്ട് സ്വഹാബികളുടെ ജനാസയാണ് ഈ ചുമന്നുകൊണ്ടുപോകുന്നത്. 1300 കൊല്ലം പഴക്കമുള്ള ഖബറാണ് പൊളിച്ചത്. ഒരു കേടും പറ്റാത്ത ഈ 2 ജനാസയും എടുത്ത് ഇവരുടെ നിർദ്ദേശപ്രകാരം തന്നെ സൽമാൻ കുന്നെന്ന് പറയുന്ന ഒരു മകല് മുകളിൽ കൊണ്ടുപോയി മറവ് ചെയ്തു എന്ന് ചരിത്രം. എത്ര കൊല്ലായി? ഇത് 2009. 1930 അത് സംഭവിച്ചത്. 1930 സംഭവിച്ചത് പത്രം വീണ്ടും പുനഃപ്രസിദ്ധീകരിക്കുകയാണ്. ആ പുനഃപ്രസിദ്ധീകരിച്ച റിപ്പോർട്ടാണ് ഈ പറയുന്നത്. ആർക്ക് നിഷേധിക്കാൻ കഴിയും? ഖുർആനായത്ത് കൊണ്ട് തെളിയിക്കാമോ? ചരിത്രം ഖുർആൻ കൊണ്ട് തെളിയിക്കണമെന്ന് പറഞ്ഞ വിഡ്ഢിത്തരം ഈ ലോകത്താരെ പറഞ്ഞിട്ടുള്ളൂ? ചരിത്രമുണ്ടോ ഖുർആൻ കൊണ്ട് തെളിയിക്കൽ? ശറഈന്റെ അഹ്കാമല്ലടോ ഖുർആൻ കൊണ്ട് തെളിയിക്കൽ. സ്വഹീഹായ ഹദീസ് കൊണ്ട് ആയത്ത് കൊണ്ട് തെളിയിക്കാൻ പറ്റുമോ? എന്ത് ചരിത്രോ? ചരിത്രം ഖുർആൻ കൊണ്ട് തെളിയിക്കാൻ ആരാ പഠിപ്പിച്ചു തന്നത്? എവിടുന്ന ഈ മണ്ടത്തരം കിട്ടിയത്? തോന്നിവാസം പറയാ ദീനിന്റെ പേരിൽ. അതിനൊക്കെ ആയത്തോതണം. ഇറാഖിൽ അങ്ങനെ സഹാബത്തിന്റെ ഖബർ പൊളിച്ചു ഇതിന് ആയത്തോതണമെന്നോ? അത് വിഡ്ഢിത്തരമല്ലേ പറയുന്നത്? ഇതിനൊരു ബുദ്ധി വേണ്ട. അത് സ്വീകരിക്കാനൊരു ബുദ്ധിയുള്ളവനെ കിട്ടുമോ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ കൂടുതൽ ആ വിഷയത്തിലേക്ക് കടക്കുകയില്ല. അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരെ ഹദറത്തിൽ നിന്ന് പോയാൽ ഇനി വേറൊരു വാദമുണ്ട്. സഹായം തേടുക, പ്രാർത്ഥിക്കുക. ഈ വിളിച്ചു പ്രാർത്ഥിക്കുക പച്ച മലയാളത്തിൽ അങ്ങനെ ഒരു പദം തന്നെ ഇല്ല. വിളിച്ചു പ്രാർത്ഥിക്കുക ഇവന്മാരുണ്ടാക്കിയതാ. മലയാള ഭാഷയിൽ അങ്ങനെ ഒരു വാക്കില്ല. എന്താ അതിൻ്റെ അർത്ഥം? വിളിച്ചു പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ബൈബിളിലാണ് ആദ്യമായി ആ വാക്ക് വന്നത്. ആ വാക്കിന്റെ അർത്ഥം എന്താണ്? സഹായം തേടുക എന്നാ. ഇത് ആരാധനയാക്കിയത് നിങ്ങളെ കറ്റുകെട്ടി ഉണ്ടാക്കലാണ്. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ആരാധന. ഞാൻ ചോദിക്കുന്ന രണ്ടാമത്തെ ചോദ്യം, ഞാൻ ചോദിച്ചു, സഹായം എന്നതിന്റെ മാനദണ്ഡം ജീവിച്ചിരിക്കുക എന്നതും മരിക്കുക എന്നതുമാണോ? എങ്കിൽ അതെവിടെ നിന്ന് കിട്ടി? ആയത്ത് തെളിവുണ്ടോ? ഹദീസ് തെളിവുണ്ടോ? സഹായിക്കുക എന്നതിന്റെ മാനദണ്ഡം നാം പറയുന്നു, സുന്നത്തി ജമാഅത്ത് പറയുന്നു, സഹായിക്കുക എന്നാൽ ജീവിച്ചിരിക്കുന്നവൻ സഹായിച്ചാലും മരിച്ചവൻ സഹായിച്ചാലും അള്ളാഹു കൊടുത്തിട്ട് വേണം. അള്ളാഹു കൊടുത്തോ ചെയ്യാൻ കഴിയും, അള്ളാഹു കൊടുക്കില്ലേ ചെയ്യാൻ കഴിയില്ല. കൊടുത്തു എന്നതിന് തെളിവ് ഖുർആനിലും ഹദീസിലും ഉണ്ട്. അള്ളാഹ് കൊടുക്കണം റസൂലുള്ളാഹിക്ക് വരെ. എന്നിട്ടില്ലേ മുഹ്യിദ്ദീൻ ശൈഖും ബദരീങ്ങളൊക്കെ അള്ളാഹ് കൊടുക്കണം എല്ലാവർക്കും. അതാ മാനദണ്ഡം, അല്ലാതെ ജീവിക്കുക മരിക്കുക എന്നല്ല. എൻ്റെ രണ്ടാമത്തെ ചോദ്യം, ഞാൻ രണ്ടാമതായി ബുദ്ധിയുള്ള മനുഷ്യന്മാരോടാണ്, ആരോടോ ചോദിച്ചു കുഴപ്പമുണ്ടാക്കാനല്ല. ബുദ്ധിയുള്ള മനുഷ്യൻ ചിന്തിക്കാൻ അവരുടെ ഹൃദയത്തിലേക്ക് ഇട്ടുകൊടുക്കുന്ന ചോദ്യമാണ്. പ്രാർത്ഥന, ആരാധന, സഹായമർത്ഥിക്കുക, ഇത് മൂന്നും ഒരർത്ഥമാണോ വ്യത്യസ്ത അർത്ഥമാണോ? എന്ത് മറുപടി പറയാനുണ്ട്? ബുദ്ധിയുള്ള മനുഷ്യന്മാരെ നിങ്ങൾ ചിന്തിക്കാനാ ഞാൻ പറഞ്ഞത്. വേറെ ആരോടും ചോദിക്കല്ല. പറയാൻ കഴിയൂല എന്നറിഞ്ഞുകൊണ്ട് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ചിന്തിക്കാനാണ്. പ്രാർത്ഥിക്കുക, സഹായമർത്ഥിക്കുക, ആരാധിക്കുക, ഇത് മൂന്നും ഒരർത്ഥമാണോ വ്യത്യസ്ത അർത്ഥമാണോ? ഇത് മലയാള പദമാണല്ലോ. അറബിയിൽ ഇതിനെന്താ പറയാ? പ്രാർത്ഥിക്കുക എന്നതിന് അറബിയിൽ എന്ത് പറയും? സഹായിക്കുക എന്നതിന് അറബിയിൽ എന്ത് പറയും? ആരാധിക്കുക എന്നതിന് അറബിയിൽ എന്ത് പറയും? ഇത് മൂന്നിനും അറബിയിൽ ഒരേ പദമാണോ പറയുക? 3 പദമാണോ പറയുക? ബദരീങ്ങളെ സഹായിക്കണമേ എന്നൊരു മനുഷ്യൻ പറഞ്ഞാൽ അതിൽ പ്രാർത്ഥനയായ പദം ഏത്? ബദരീങ്ങളെ എന്നതോ സഹായിക്കണേ എന്നതോ രണ്ടും കൂടി കൂടിയതോ? പറയണം മറുപടി. ഞാൻ ചോദിക്കാം ഒരു 10 ചോദ്യം, ഓരൊറ്റ എണ്ണത്തിന് മറുപടി പറയാൻ കഴിവുള്ള ഒരു ആബിം ഇന്ന് ദുനിയാവിൽ ജീവിച്ചിരിപ്പില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. കിട്ടൂല, ഇവന്മാരെ കിട്ടൂല. തോന്നിവാസം പറയാനല്ലാതെ കിട്ടൂല. ഉണ്ടെങ്കിൽ ധൈര്യമായി പറന്നവനുണ്ടെങ്കിൽ കയറി വാ, ഈ സ്റ്റേജ് അനുവദിച്ചു തന്നേക്കാം. പോയതിനു ശേഷം അതും ഇതും പറയരുത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം കറക്റ്റാണ്. ഒരു തൗഹീദിന് കുഴപ്പവും ഒരിടത്തും സംഭവിച്ചിട്ടില്ല. ഞങ്ങൾ വിശ്വസിക്കുന്നത് അല്ലാഹുവിന്റെ കൽപ്പനക്ക് വഴിപ്പെടലാണ് ഇബാദത്ത്.